എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നാളെ മുതൽ ആരംഭിക്കും. നാളെ മുതൽ 20-ാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ +2 സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഏകദേശം ജൂലൈ പകുതിയോടെ തന്നെ വരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ നന്നായിട്ട് പഠിച്ച് ഈ ഒരു എക്സാം എഴുതുക എന്നുള്ളതാണ്. വെറുതെ പോയിട്ട് ജസ്റ്റ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തതുകൊണ്ട് ജസ്റ്റ് ജയിപ്പിച്ച് വിടും എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് എക്സാമിനേഷൻ എഴുതാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് +1 എത്ര മാർക്ക് കുറവാണോ അതിൻ്റെ ബാക്കി മാർക്കാണ് നിങ്ങൾ വാങ്ങിക്കേണ്ടത്. അതായത് നിങ്ങൾക്ക് ഈ ഒരു 36 മാർക്ക് ജയിക്കാനായിട്ട് 2 വർഷം വേണ്ടെടുത്ത് നിങ്ങൾക്ക് ആ ഒരു 36-ൽ നിന്നും +1 എത്ര മാർക്കാണ് കിട്ടിയിട്ടുള്ളത്, ഒരു ഉദാഹരണത്തിന് 10 മാർക്കാണ് കിട്ടിയത് +1 നിങ്ങൾ ബാക്കിയുള്ള ആ ഒരു അതായത് ഏകദേശം 26 മാർക്ക് നിങ്ങൾ ഈ ഒരു പരീക്ഷയിൽ വാങ്ങിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ 48 മാർക്ക് നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ട ആ ഒരു സബ്ജക്റ്റിന് നിങ്ങൾക്ക് ഒരു 20 മാർക്കാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ബാക്കിയുള്ള 28 മാർക്ക് നിങ്ങൾ ജയിക്കാനായിട്ട് വാങ്ങിക്കേണ്ടി വരും. അതായത് +1 നിങ്ങൾക്ക് എത്ര കുറവുണ്ടോ ആ ഒരു ടോട്ടൽ ജയിക്കാൻ വേണ്ട ആകെ മാർക്കിൽ നിന്നും, അതായത് 36 48 ജയിക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഈ ഒരു മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ, അതായത് ഈ ഒരു 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 2 വർഷത്തെ TE മാർക്ക് 36ഉം 48 മാർക്ക് ഈ ഒരു 80 മാർക്കിൻ്റെ വിഷയത്തിൽ 2 വർഷത്തെ TE മാർക്ക് ടോട്ടൽ കൂട്ടുന്ന സമയത്ത് 48 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് വിദ്യാർത്ഥികൾ +2 ജയിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് ഈ ഒരു എക്സാമിനേഷൻ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് നാളെ മുതലാണ് ഈ ഒരു എക്സാമിനേഷൻ ആരംഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഹോൾ ടിക്കറ്റ് വാങ്ങിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ എക്സാം സെൻറ്റർ എവിടെയാണ് എന്നുള്ളത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ 12-ാം തീയതി അതായത് ബുധനാഴ്ച രാവിലെയുള്ള എക്സാമിനേഷൻ പാർട്ട് 2, അതായത് പാർട്ട് 2 ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലാംഗ്വേജ് ആണ്. അപ്പോൾ മലയാളമോ ഹിന്ദിയോ അതുപോലെ നിങ്ങൾ ഏതാണ് സെക്കൻഡ് ലാംഗ്വേജ് അതനുസരിച്ച് നിങ്ങൾ ആ ഒരു എക്സാം എഴുതുക. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ് നാളെ രാവിലെ അതിനോടൊപ്പം ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു 12-ാം തീയതി തന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷ കെമിസ്ട്രി, ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, ബിസിനസ് സ്റ്റഡീസ്, അതുപോലെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നിവയാണ്. അതുപോലെ 13-ാം തീയതി രാവിലെ വ്യാഴാഴ്ച ഈ ഒരു പാർട്ട് 1 ആയിട്ടുള്ള ഇംഗ്ലീഷും 13-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം, അതായത് വ്യാഴാഴ്ച തന്നെയാണ്, ഈ ഒരു ജിയോഗ്രഫി, മ്യൂസിക്, സോഷ്യൽ വർക്ക്, ജിയോളജി, അതുപോലെ അക്കൗണ്ടൻസി എന്നിവയാണ്. 14-ാം തീയതി രാവിലെ, അതായത് വെള്ളിയാഴ്ചയാണ്, മാത്തമാറ്റിക്സ്, പാർട്ട് 3 ലാംഗ്വേജസ്, അതുപോലെ തന്നെ സംസ്കൃത് സാഹിത്യ, അതുപോലെ സൈക്കോളജി എന്നിവയാണ്. പിന്നീട് 14-ാം തീയതി തന്നെ ഉച്ചയ്ക്ക് ശേഷം, അതായത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഹോം സയൻസ്, ഗാന്ധിയൻ സ്റ്റഡീസ്, ഫിലോസഫി, ജേർണലിസം, കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയാണ്. 19-ാം തീയതി രാവിലെ ബുധനാഴ്ചയാണ്, അപ്പോൾ ഫിസിക്സ്, സോഷ്യോളജി, അതുപോലെ ആന്ത്രപ്പോളജി എന്നിവയാണ്. 19-ാം തീയതി ബുധനാഴ്ച രാവിലെയല്ല ഉച്ചയ്ക്ക് ശേഷം എക്കണോമിക്സ്, ഇലക്ട്രോണിക് സിസ്റ്റംസ് എന്നിവയാണ്. അതുപോലെ 20-ാം തീയതി രാവിലെ, അതായത് വ്യാഴാഴ്ചയാണ്, ബയോളജി, ഇലക്ട്രോണിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സംസ്കൃത് സാഹിത്യ, അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നിവയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് ഈ ഒരു എക്സാമിനേഷനൊക്കെ എഴുതുക. അതുപോലെ നന്നായിട്ട് പഠിക്കുക. ഒട്ടും ടെൻഷനൊന്നും വേണ്ട ആവശ്യമില്ല. കാരണം ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ പഠിച്ചത് തന്നെ മറന്നു പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ടെൻഷനും അല്ലെങ്കിൽ പേടിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു എക്സാം നന്നായിട്ട് പോയിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായിട്ട് എഴുതിയാൽ മാത്രമേ കൂടുതൽ മാർക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു എഴുതുന്ന ആൻസേഴ്സിൽ പോയിൻറ്റ്സ്, അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അനുസരിച്ചുള്ള പോയിൻറ്റ്സ് ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും നന്നായിട്ട് എക്സാം എഴുതുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.